അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സലാം പറയുമ്പോൾ ഒരു ഉപയോഗമുണ്ട്. ഈ വീഡിയോ കേൾക്കുന്ന ആൾക്കാർ സലാം കേൾക്കുമ്പോൾ ചിലപ്പോൾ ഇറങ്ങി ഓടും കുറേ ആളുകൾ. അതോട് കൂടിയിട്ട് പിന്നീട് ബാക്കിയുള്ള ആൾക്കാർ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. ഓൾറെഡി പിശാചെല്ലാം സലാം കേട്ടാൽ ഇറങ്ങി ഓടുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ബാക്കി ഉണ്ടാകുന്നത് കുറച്ചെങ്കിലും മറ്റുള്ളവർ പറയുന്നത് കേൾക്കാൻ താല്പര്യമുള്ള സഹിഷ്ണുത മനോഭാവമുള്ള ആളുകൾ മാത്രമേ പിന്നിരിക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. വിഷയം ലൂസി മലയാളം എന്നുള്ള യൂട്യൂബ് ചാനലുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരു വീഡിയോസ് വരുന്നുണ്ട്. അപ്പം ഈ യൂട്യൂബ് അവർ ചെയ്യാറുള്ളത് സയൻസ് പ്രചരിപ്പിക്കുകയാണ് എന്നവർ പറയാറുള്ളത്. സയൻസ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്ന സയൻസാണ്. അപ്പം ഇന്ത്യയിലെ ജനങ്ങൾക്ക് സയൻസ് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്നൊക്കെ അവർ പറയാറുണ്ടെങ്കിലും അവർ ചെയ്യുന്ന കാര്യം ലിബറലിസം, സോ കോൾഡ് പുരോഗമനവാദം എന്ന തരത്തിലുള്ള പല ആശയങ്ങൾ, ഫാസിസവുമായി ബന്ധപ്പെട്ട ആശയങ്ങളും അതേപോലെ തന്നെ ചില അന്ധവിശ്വാസങ്ങൾ, സയൻസിൻ്റെ പേരിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു ചാനലാണ് ഇത്. അപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പല സ്യൂഡോ സയൻസുമായി ബന്ധപ്പെട്ട് സ്യൂഡോ സയൻറ്റിഫിക് ആയിട്ടുള്ള ചില വീഡിയോസൊക്കെ ഓൾറെഡി എക്സ്പോസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എക്സാമ്പിൾ, ആഴക്കടലിൽ ഇരുട്ടല്ല, അവിടെ നല്ല വെളിച്ചമുണ്ട്, അവിടെ ഫുൾ ഇരുട്ടാണെന്ന് പറയാൻ പറ്റില്ല. ആഴക്കടലിൽ ഇരുട്ടല്ല എന്ന രീതിയിലുള്ള ഒരു നുണ, പച്ച നുണ പബ്ലിക്കായിട്ട് പറയുകയും അതിന് സയൻസിൻ്റെ മറ പിടിക്കുകയും ചെയ്ത ആൾക്കാരാണ്. അപ്പോൾ സ്യൂഡോ സയൻസ് ഓൾറെഡി പ്രചരിപ്പിക്കുന്ന ആൾക്കാരാണ്, അവർ സയൻസിൻ്റെ ആളുകളാണെന്ന് പറയുന്ന ആളുകളാണ്. പക്ഷേ ഇവർ സത്യത്തിൽ ഇവർ ആരാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ രവിചന്ദ്രനെ പോലെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതായത് എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള പുരോഗമന ആശയങ്ങൾ എന്ന പേരിൽ യുക്തിവാദ പ്രസ്ഥാനം കൊണ്ട് നടക്കുന്ന ലിബറൽ ആശയങ്ങളെല്ലാം പേറി നടക്കുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ മതങ്ങളെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ മെയിൻ അജണ്ട. ഇപ്പം നമ്മൾ കാണാൻ പോകുന്നൊരു വീഡിയോ, കഞ്ചാവുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ അവർ ചെയ്തിരുന്നു. കഞ്ചാവിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് കൊണ്ടുവന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പം ആ വീഡിയോ നമുക്കൊന്ന് കാണാം, ചെറിയൊരു ഭാഗം കാണാം. അതായത് കഞ്ചാവ് ചെടി ടീനേജേഴ്സ് അല്ലെങ്കിൽ അഡോളസെൻ്റ് ആയിട്ടുള്ള കുട്ടികൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള കുറച്ച് പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ്. ഇതിന് മുമ്പ് നമ്മൾ MDMA വീഡിയോ ചെയ്തപ്പോൾ തന്നെ താഴെ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തതാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഉപയോഗിക്കരുത് എന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, ഉപയോഗിക്കരുത് എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ചോദിച്ചതാണ്. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സയൻസ് എന്താണ്, അതിൻ്റെ പിന്നിലുള്ള സയൻസ് അല്ലെങ്കിൽ എന്താണ് അത് ശരീരത്തിൽ സംഭവിക്കുന്നത്, ശാസ്ത്രീയമായി ഗവേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ആരെയും ഉപദേശിക്കുകയോ നന്നാക്കുകയോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് പറയുക അല്ലാതെ എന്താവണം എന്ന് പറയുന്ന പരിപാടി നമുക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിനകത്ത് അങ്ങനെ ഉപദേശമായിട്ട് പറയുന്നത്. ഇതിനകത്തുള്ള കാര്യങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് സ്വയം തീരുമാനിക്കാവുന്നതാണ് എന്നുള്ളത്. ഇപ്പോൾ ഈ വീഡിയോ കണ്ട സമയത്ത് നമുക്ക് മനസ്സിലായത്, അദ്ദേഹം അവിടെ പറയുന്നത്, അദ്ദേഹം മുമ്പ് MDMA എന്ന് പറയുന്ന ഒരു ലഹരി പദാർത്ഥത്തിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു, അതിൻ്റെ ദോഷങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു. അതേപോലെ തന്നെ അവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഞ്ചാവിൻ്റെ ദോഷഫലങ്ങളെ കുറിച്ചൊരു വീഡിയോ ചെയ്തു. ഈ രണ്ട് സമയത്തും ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ എന്തുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറയുന്നില്ല, ഇത് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഇത് തിന്മയാണ്, ഇത് ഒരു തരത്തിലൊരു നന്മയും അതിനകത്തില്ല. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ച് കഞ്ചാവായാലും MDMA ആയാലും, ഇത് ഉപയോഗിച്ചാൽ അത് തിന്മയാണ്, തെറ്റാണ് എന്നുള്ള ഒരു കാര്യം നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. അപ്പം അദ്ദേഹം അതിന് മറുപടി പറയുന്നത്, ഞങ്ങളുടെ ആശയം എന്ന് പറയുന്നത് സയന്റിഫിക് സ്റ്റഡീസ് ഇത് ദോഷമാണോ അല്ലെങ്കിൽ ഗുണമാണോ എന്താണ് പറയുന്നത്, ആ പറയുന്ന കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അത് ഉപയോഗിക്കണോ ഉപയോഗിക്കണ്ടേ എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളത് നിങ്ങളോട് ഉപയോഗിക്കണ്ട എന്നൊന്നും പറയില്ല, ഞങ്ങൾ ഉപദേശിക്കാൻ നിൽക്കുന്ന ആൾക്കാരൊന്നുമല്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടാവും, ഇതാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് സയൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. സയൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോസിനെ കുറിച്ച്, ഫിസിക്കൽ വേൾഡിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സയൻസ് ഒരു ടൂള്, ഈ ഒരു യൂണിവേഴ്സിനെ കുറിച്ച്, ഇത് നടക്കുന്ന നാച്ചുറൽ ലോസിനെ കുറിച്ച് പഠിക്കുന്ന ഒരു ടൂളാണ്. അപ്പോൾ അടുത്ത് ഞാനൊരു യൂട്യൂബ് വീഡിയോ കണ്ടിരുന്നു, അതിലൊരു ഫെമിനിസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് കാലങ്ങൾക്ക് മുമ്പല്ലേ ഐസക് ന്യൂട്ടൻ ആണല്ലോ ഗ്രാവിറ്റി കണ്ടെത്തിയത്, അപ്പോൾ അതിനു മുമ്പ് പിന്നെ എങ്ങനെയാണ് ആപ്പിൾ താഴോട്ട് വീണത് എന്ന് ചോദിക്കുന്നുണ്ട്. ലിബറൽസിൻ്റെ ഒക്കെ ഒരു ബുദ്ധി. അപ്പോൾ ഇവരെ വിചാരം, അപ്പോൾ ഈ ഐസക് ന്യൂട്ടൻ ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് കണ്ടെത്തി എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഒരു ഫിനോമിന, ഒരു സിസ്റ്റം, അത് അത് കൊണ്ടുവന്ന് അത് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുക ചെയ്തിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം കണ്ടെത്തി എന്ന് ഉദ്ദേശിക്കുന്നത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതല്ല. അപ്പോൾ അതൊന്നും അറിയാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ. അപ്പോൾ
അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം, സയൻസ് എന്ന് പറയുന്നത് നാച്ചുറൽ ലോസിനെ കുറിച്ചുള്ള, ഇപ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചുള്ളത്, അല്ലെങ്കിൽ ഡാർക്ക് എനർജിയെ കുറിച്ചും ഡാർക്ക് മാറ്ററിനെ കുറിച്ചും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൂളാണ്. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം ഒരിക്കലും എന്തല്ല, ഒരു കാര്യം നന്മയാണോ തിന്മയാണോ എന്ന് പറയാനുള്ളതല്ല. അപ്പം ഇദ്ദേഹം പറയുന്നത് ശരിയാണ് ഒരു വിധത്തിൽ. ഇവർ എന്ന് പറയുന്നത് മതവിശ്വാസികളല്ല, ഇവർ സയൻറ്റിസം പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച്. അപ്പം സയൻസ് എന്ന് പറയുന്നത് കഞ്ചാവ് ഉപയോഗിച്ചാൽ ഇന്ന ദോഷങ്ങളുണ്ട് എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ ദോഷം ഉണ്ട് എന്ന് പറയുന്നത് തിന്മയാണ് എന്ന് പറയാൻ പറ്റില്ല. സിഗരറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ, സിഗരറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മളതിനെ പുറത്തുനിന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഇത് നമ്മുടെ ശരീരത്തിന് ഹാനികരമാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പം അതിനർത്ഥം എന്തല്ല, ഇത് തിന്മയാണെന്ന് അർത്ഥം വരുന്നില്ല. എന്നിട്ടും അത് വായിക്കാൻ അറിയുന്ന ആൾക്കാർ, അത് വായിക്കാൻ വായിച്ചുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യാണ്, സിഗരറ്റ് വലിക്കുകയാണ്. മദ്യപിക്കുന്ന സമയത്ത് മദ്യം ശരീരത്തിന് ഹാനികരമാണ്, ഇന്ന ക്യാൻസർ, ഇന്ന രോഗങ്ങൾ ഉണ്ടാക്കും, ലിവറിനൊക്കെ പ്രശ്നം ഉണ്ടാക്കും എന്നൊക്കെ ഓൾറെഡി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആളുകൾ എന്ത് ചെയ്യുന്നത്, അത് കുടിക്കുന്നത്. കുടിക്കുന്ന ആൾക്കാർക്കൊന്നും ഇത് അറിയാഞ്ഞിട്ടല്ല. അപ്പോൾ സയൻസ് എന്ന് പറയുമ്പോൾ അത് അതിൻ്റെ ദോഷങ്ങളെക്കുറിച്ചും ഗുണങ്ങളെക്കുറിച്ചും പറയാന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഒരു സ്കെയിൽ വേണം. ഒരു കാര്യം തെറ്റാണ്, ചെയ്യരുത് എന്ന് ഉപദേശിക്കണമെങ്കിൽ ഒരു സ്കെയിൽ വേണം. ഇവരെ കൊണ്ട് ഒരിക്കലും ഒരു കുട്ടിയെ ഉപദേശിക്കാൻ സാധിക്കില്ല. ഇവരെന്ത് പറഞ്ഞാണ് ഉപദേശിക്കുക? ഇപ്പം മോനെ നീ കഞ്ചാവ് അടിക്കരുത്, നിനക്ക് ശരീരത്തിന് ഹാനികരമാണെന്ന് പറഞ്ഞാൽ കുട്ടി പറയും, എൻ്റെ ശരീരം, എൻ്റെ താല്പര്യം, എൻ്റെ ബോഡി, നീ നിന്റെ പണി നോക്ക് എന്ന് പറഞ്ഞാൽ തീർന്ന്. പിന്നെ ഉപദേശിക്കാനായിട്ട് ഒന്നുമില്ല. മനസ്സിലായോ? അപ്പോൾ നീ ലഹരി ഉപയോഗിക്കരുത്, നീ MDMA ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ നീ ഇത്തരത്തിലുള്ള നമ്മൾ മോശമായിട്ട് കാണുന്ന കാര്യങ്ങൾ, ഇൻസെസ്റ്റിനെ പോലുള്ള കാര്യങ്ങളൊക്കെ. ഇൻസെസ്റ്റ് അത് ആവാം, അത് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അത് സയന്റിഫിക്കലി ഒരു കുഴപ്പമില്ലാത്ത കാര്യമാണ്, നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം, കുഴപ്പമില്ല. അത് ഇഫ് ദേ വാണ്ട് ലെറ്റ് ദം ഡു എന്ന് ഇവരുടെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകൾ തന്നെയാണല്ലോ ഇവരുടെ സമ്മേളനത്തിൽ പബ്ലിക്കായിട്ട് അത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള അരാജകത്വങ്ങൾ, നമ്മൾ തെറ്റാണെന്നും മോശമാണെന്നും വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന മതവിശ്വാസികൾ വിശ്വസിക്കുന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് തെറ്റാണെന്ന് പറയാൻ സാധിക്കാത്തതിന് കാരണം ഇവരുടെ കയ്യിൽ സ്കെയിലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇവർക്ക് ഒരിക്കലും ഒരു കുഞ്ഞിനെ ഉപദേശിക്കാൻ സാധിക്കില്ല. ഇപ്പോൾ ഒരു കുട്ടിയെ പറഞ്ഞല്ലോ, ഈ ലോകത്തിലെ ഒരു ഗുണവും ചെയ്യാത്ത ആൾക്കാരാണ് ഈ സയന്റിസം പ്രൊമോട്ട് ചെയ്യുന്ന സോക്കോൾഡ് പുരോഗമനവാദികളായിട്ടുള്ള കേരളത്തിലെ നാസ്തികരായാലും ശരി, മറ്റാരായാലും ശരി, എക്സ് മുസ്ലിംസ് ആണെങ്കിലും ശരി. ഇവർക്കൊന്നും ഒരാശയം മുന്നോട്ട് വെക്കാനില്ല. ഒരാളോട് ഇത് തെറ്റാണ് കുഞ്ഞ്, ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇനി ഇത് കൃത്യമായിട്ട് ഇസ്ലാം അഡ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയോ? അള്ളാഹു റസൂൽ പറയുന്ന ഹദീസ് കാണാൻ സാധിക്കും, അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്നുവോ അവൻ നന്മ ചെയ്യട്ടെ എന്ന് പറയുന്നത്. അതായത് അള്ളാഹു ഉണ്ട് എന്ന വിശ്വാസം കൃത്യമായിട്ട്, ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഓൾ നോവിങ് ആയിട്ടുള്ള, നമ്മളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഹയർ അതോറിറ്റി, ഒരു ഹയർ പവർ ഉണ്ട്, അദ്ദേഹം എല്ലാം നോട്ട് ചെയ്യുന്നുണ്ട് എന്ന വിശ്വാസം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കും. അതേപോലെ തന്നെ ആ വിശ്വാസം മാത്രം പോരാ. ഒരാൾ പറയുന്ന ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്, ഞാൻ പരലോകത്തിൽ വിശ്വസിക്കുന്നില്ല, അതായത് ആഫ്റ്റർ ലൈഫിന്, എനിക്ക് ഈ മരണത്തിന് ശേഷം പിന്നീട് എന്നെ ചോദ്യം ചെയ്യുമെന്നോ, ഞാൻ ചെയ്ത് കൂട്ടിയ തെറ്റുകൾ അത് നാളെ ചോദ്യം ചെയ്യപ്പെടുമെന്നോ ഞാൻ വിശ്വസിക്കുന്നില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ അതും അയാൾ തിന്മയിൽ നിന്ന് തടയുന്നില്ല. അതുകൊണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുള്ളത് അള്ളാഹുവിലും അന്ത്യദിനത്തിൽ വിശ്വസിക്കണം. ഈ ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നമ്മൾ ഒരാളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള പൂർണ്ണമായ ബോധ്യവും, അദ്ദേഹം പിന്നീട് നമ്മളുടെ മരണശേഷം നമ്മളുടെ രണ്ടാമത്തെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ കൃത്യമായിട്ട് കണക്ക് വെച്ചുകൊണ്ട് അതിന് ചോദ്യം ചെയ്യപ്പെടുകയും അതിന് കൃത്യമായിട്ടുള്ള നമ്മൾ ചെയ്ത് കൂട്ടിയ നന്മക്ക് അതിനനുസരിച്ച് പ്രതിഫലവും തിന്മക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായിട്ടുള്ള ശിക്ഷയും ലഭിക്കുമെന്നുള്ള ബോധ്യമുള്ള ആൾക്കാർക്ക് മാത്രമേ ഒരാളെ ഉപദേശിക്കാനോ അല്ലെങ്കിൽ നന്മയും തിന്മയും വേർതിരിച്ച് മനസ്സിലാക്കി അങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കുള്ളൂ എന്നുള്ളതാണ്. അല്ലാത്ത ഒരാൾക്ക് പോലും ഒരു കാര്യം തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. അതിന് പ്യൂർ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് ഇപ്പം ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള വീഡിയോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. MDMA, കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളുടെ ശരീരത്തിന് എങ്ങനെ ഹാനികരമാകുന്നു എന്നുള്ള ഒരു കാര്യം അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, സയന്റിഫിക് സ്റ്റഡീസ് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അതിലൊരിക്കലും അദ്ദേഹത്തിനെ പോലുള്ള ആളുകൾക്ക് അത് നിങ്ങൾ ചെയ്യരുത് എന്ന് ഉപദേശിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ അത് ഞങ്ങളുടെ പണിയല്ല എന്നാണ് അവർ പറയുന്നത്. ഇപ്പം ഇവരെ പോലുള്ള ആളുകൾ സമൂഹത്തിൽ വളർന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം,
ഇപ്പോൾ നമ്മൾ ഖുർആനിൽ തന്നെ കാണാൻ സാധിക്കും, ചില ആളുകൾ പറയാറുണ്ട്, എൻ്റെ ശരീരം അല്ലെങ്കിൽ എൻ്റെ മനസ്സ്, എൻ്റെ ആഗ്രഹങ്ങൾ, എൻ്റെ ഡിസയേഴ്സ്, എൻ്റെ താല്പര്യങ്ങൾ, അതിനെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്, അതിൻ്റെ മുന്നിലാണ് ഞാൻ കീഴൊതുങ്ങുന്നത്. അപ്പൊ അതിനെയാണ് ഞാൻ ഇലാഹായിട്ട് കാണുന്നത്, അതിനെയാണ് ഞാൻ ദൈവമായിട്ട് കാണുന്നത്. അപ്പൊ അള്ളാഹുവിന് പകരം അവർ വെക്കുന്നത് ആരെയാണ്? സ്വന്തം ഇഷ്ടങ്ങളെയും താല്പര്യങ്ങളെയും ഒക്കെയാണ്. അത്തരം ആളുകളെയാണ് നമ്മൾ സ്വതന്ത്ര ചിന്തകര് എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ അതിൽ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ അതിൽ വരുന്നുണ്ട്, സ്വന്തം ആഗ്രഹങ്ങളെയും സ്വന്തം ഇച്ഛകൾക്ക് പിന്നാലെ നടക്കുന്ന ആളുകൾ. അപ്പൊ അതിന് കീഴൊതുങ്ങി നിൽക്കുന്ന ആൾക്കാരാണ്. സ്വന്തം സ്വന്തം ആഗ്രഹങ്ങളുടെ മുന്നിൽ പെട്ടുപോയി അതിനടിമപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ സ്വന്തം ആഗ്രഹങ്ങളിലും ഈ പറഞ്ഞ മനുഷ്യർക്ക് മുന്നിലും മനസ്സിന് മുന്നിലൊക്കെ അടിമപ്പെടാതെ, അല്ലെങ്കിൽ സയൻസ് എന്ന് പറയുന്നൊരു ടൂളിന് മുമ്പിലൊന്നും അടിമപ്പെടാതെ, നമ്മൾ ഒരാളെ മുന്നിൽ കീഴൊതുങ്ങി ജീവിക്കണമെങ്കിൽ, ഒരാൾക്ക് നമ്മൾ അടിമപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സർവ്വലോക രക്ഷിതാവായിട്ടുള്ള പ്രപഞ്ചം സൃഷ്ടിച്ചിട്ടുള്ള എല്ലാം അറിയുന്നവനായ അള്ളാഹുവിന് മുന്നിൽ മാത്രമേ നമ്മൾ അത്തരത്തിലുള്ള ഒരു കീഴ്വണക്കം ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ മതവിശ്വാസം അനിവാര്യമാണ്. മതം വിശ്വസിക്കാത്ത ആളുകൾക്ക്, ദൈവവിശ്വാസി അല്ലാത്ത ആളുകൾക്ക്, പരലോകത്തിൽ വിശ്വാസമില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും ഒരു കാര്യം നന്മയോ തിന്മയോ എന്ന് പറയാൻ സാധിക്കുകയില്ല. അവർക്ക് ഒരിക്കലും ഒരു കാര്യം തിന്മയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കുട്ടിയെ ഉപദേശിക്കാൻ പോലും സാധിക്കില്ല. അത്തരം ആളുകൾ സമൂഹത്തിന് യാതൊരു ഗുണവും ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.